കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളെ ആധാരമാക്കിയാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 4-ാമത്തെ പാഠമാണ്. കർത്താവ് കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 ദൈവദാസന്മാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിനോയ് സർ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജോയ് സർ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ പാഠമാണ് നാം ചർച്ച ചെയ്യുന്നത്. വാസ്തവമായും ഇതൊരു വ്യക്തിപരമായ ഒരു പേഴ്സണലൈസ്ഡ് പഠനമായിട്ടാണ് നമുക്ക് ഇന്ന് ഇത് ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവം സ്വർഗത്തിലും ഭൂമിയിലും ദൈവമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ ദൈവം കരുതുന്നു. അവരുടെ പ്രശ്നങ്ങളെയും പ്രതികൂലതകളെയും ദൈവം അറിയുന്നു. തന്നോട് നിലവിളിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രതിഫലം ഉണ്ട് എന്ന് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 34-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ പറയുന്നു: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നതായ ഒരു ദൈവമാണ്. പാസ്റ്റർ ബിനോയ്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിൻ്റെ ജനം ഏത് കോണിലിരുന്നു കൊണ്ട് ദൈവത്തോട് അയ്യം വിളിച്ചാലും പ്രാർത്ഥന കേൾക്കുന്നതായ ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ പല സന്ദർഭങ്ങളും നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ദൈവത്തോട് മറുത്തു മത്സരിക്കുകയും എന്നാൽ അവരുടെ കഷ്ടങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം കേൾക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്തതായ ചരിത്രം ധാരാളം സ്ഥലങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എന്താണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്? ദൈവവാഗ്ദത്തങ്ങളാണ് സങ്കീർത്തനങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ അന്ന് ഈ സങ്കീർത്തനങ്ങൾ എഴുതുന്ന സമയത്ത് ഒരിക്കലും യേശുക്രിസ്തുവിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് വാഗ്ദത്തപുത്രനായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ ഒരു വാഗ്ദത്തപുത്രനെ, ഈ യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഇവരെങ്ങനെയാണ് കണ്ടത് എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. തീർച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ എഴുത്തുകാരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കഷ്ടത്തെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും ഇത്ര വ്യക്തമായി അവർക്ക് എഴുതാൻ സാധിച്ചതെന്നുള്ള മിറക്കിൾ, അതൊരു വലിയ കാര്യമാണ്. ഇനി അത് മാത്രമല്ല, ദൈവവാഗ്ദത്തങ്ങൾ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി ബാധിക്കുന്നതാണ്. ദൈവം ഓരോ വ്യക്തിയെയും വളരെ വ്യക്തിപരമായി അറിയുന്നു എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നത് അവൻ്റെ മുടിനാരു പോലും ഞാൻ എണ്ണിയിരിക്കുന്നു എന്നാണ്. യേശു പറഞ്ഞത് നിങ്ങൾ എറിയ കുരികിലിനേക്കാളിലും വിശേഷതയുള്ളവരാണ് എന്നാണ് പറയുന്നത്. ദൈവം ഒരു വ്യക്തിയെപ്പോലും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അനാഥമായി സന്ദർഭോചിതമായി വന്നു പോകാൻ വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് എല്ലാം വളരെ നന്നായി അറിയാം. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഗവനിക്കുന്നില്ല, എന്നെക്കൊണ്ടൊരു പ്രയോജനവും ആർക്കും. ഇന്ന് മനുഷ്യന് അത് അവനെ സ്വന്തമായിട്ട് പബ്ലിസൈസ് ചെയ്യാനുള്ളതായ ഒരു വ്യഗ്രത ഇന്ന് നമുക്ക് വളരെ കൂടുതൽ. അതിന് വേണ്ടുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മളെ തന്നെ പബ്ലിഷ് ചെയ്യാം. പക്ഷേ എങ്കിലും മനുഷ്യർക്ക് അറിയുന്നില്ല, എന്നെ അറിയാൻ ആരുമില്ല എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയാണ് ദൈവവാഗ്ദത്തങ്ങൾ നമ്മളെ എത്രമാത്രം പ്രധാനമാണെന്ന് പറയുന്നത്. നമ്മളെ അറിയുന്ന ദൈവം, നമ്മളെ കരുതുന്ന ദൈവം. ഞാൻ നിന്നെ പോറ്റിപ്പുലർത്തും, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്നു, നിൻ്റെ വലത്ത് 1000 പേരും 10,000 പേരും വീഴും, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. പറയുന്നത് എൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക. നിഴൽ ഒരിക്കലും യാഥാർത്ഥ്യമല്ല, ഒബ്ജക്റ്റ് പോകുന്നതിൻ്റെ കൂടെ പോവും.
അങ്ങനെ എത്രമാത്രം മനോഹരമായ ദൈവവാഗ്ദത്വത്തിൻ്റെ ഉപമേയങ്ങളാണ്. ഏറ്റവും പ്രധാനം യേശുക്രിസ്തു എന്ന വാഗ്ദത്വം തന്നെ. സർ, അതുപോലെ തന്നെ ബിനോയ് സാർ പറഞ്ഞതായ ഒരു പ്രസക്തമായ കാര്യം, ദൈവം ഓരോരുത്തരെയും പേഴ്സണലായിട്ട് അറിയുന്നു എന്നുള്ളതായ ഒരു വലിയ അഡ്വാൻറ്റേജ് ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ട്. 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ കിടക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും, ഈ വാക്കുകളെല്ലാം അതിലില്ല എന്നാലും അതിൻ്റെ അന്തസ്സത്ത എല്ലാമാണ്. ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് നീ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് പാർത്താലും എൻ്റെ കരം അവിടെ ഉണ്ട് എന്ന് പറയുന്നു. വാസ്തവത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും ഒരു പിണ്ടാകാരത്തിന് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇത് നമുക്ക് എത്രമാത്രം ആശ്വാസമാണ്. പലപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സങ്കീർത്തനം തന്നെയാണ് 139 സങ്കീർത്തനം. കാരണം അവിടെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു, അതുപോലെ ദൈവവും മക്കളും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. അമ്മ എപ്പോഴും മക്കളെ സ്നേഹിക്കുന്നതാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് പെറ്റമ്മ മറന്നാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കൈവിടില്ല എന്നുള്ള രീതിയിൽ. ഇവിടെ ദാവീദ് പറയുന്നത്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ പാസ്റ്റർ പറഞ്ഞ പോലെ അങ്ങ് എന്നെ കണ്ടിരുന്നു, അങ്ങയുടെ കണ്ണെന്നെ കണ്ടിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും എല്ലാം എൻ്റെ ദിനചര്യങ്ങൾ എന്നെ മുഴുവനായി അങ്ങ് അറിഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ദാവീദ് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. വീണ്ടും പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല. അപ്പോൾ കണ്ണ് മുഴുവനായി എന്നെ മൊത്തത്തിൽ എന്നെ സ്കാൻ ചെയ്ത് കണ്ടിരുന്നു എന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഏതൊരു മനുഷ്യനിർമ്മിതമായ മറകളും ദൈവത്തിന് അത് സ്കാൻ ചെയ്ത് കാണുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റർ ബിനോയ്, പെട്ടെന്ന് ഒരു ചോദ്യം. ഇരുട്ട് മനുഷ്യർക്ക് മറയാണ് എപ്പോഴും, പക്ഷേ ദൈവത്തിന് അത് മറയല്ല. എങ്ങനെയാണ് ദൈവം ഇരുട്ടിലും നമ്മെ കാണുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഉൽപ്പത്തിയിൽ ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ വെളിച്ചം ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവം തന്നെയായിരുന്നു വെളിച്ചം. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കാണാൻ ഇനിയൊരു ദൈവം സൃഷ്ടിച്ച ആവശ്യമില്ല. യഥാർത്ഥത്തിൽ സാറ് പറഞ്ഞ ഒരു ഉപമയം ഭയങ്കര രസമാണ്. ഓരോ അച്ഛനമ്മമാരും അവരുടെ കുഞ്ഞിനെ ആദ്യം കാണുന്നത് സ്കാൻ ചെയ്യുമ്പോഴാണ്. നോക്കൂ, ദൈവം നമ്മളെ എത്രമാത്രം അറിയുന്നു എന്നുള്ളത് എത്ര ഭയങ്കരമായൊരു കാര്യമാണ്. ഇത്രയും ഇരുട്ട് പോലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറയായിരിക്കുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സർ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവ് കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യും എന്നുള്ളതായ പാഠത്തെ ആധാരമാക്കിയാണ്. ദൈവം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, നമ്മളെ കേൾക്കുന്നത്, നമ്മെ കാണുന്നത് എങ്ങനെയാണ്? 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് മുഴുവനായി അറിഞ്ഞിരിക്കുന്നു. എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതൊക്കെയും ദൈവം അറിയുന്നു. ദൈവം എന്നെ മുൻപും പിൻപും എന്നെ അടച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ സകല രഹസ്യങ്ങളെയും ദൈവത്തിന് അറിയാം. ഇരുട്ട് പോലും ദൈവത്തിന് മറവല്ല എന്ന് വ്യക്തമായി ഇവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ പറയും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയാലും പലപ്പോഴും നാം ദൈവത്തിൽ നിന്ന് യോനെ പോലെ ഓടി അകന്നാലും ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മെ വീണ്ടും നമ്മോടൊപ്പം ഉണ്ടാകുന്നു. ദാവീദിൻ്റെ അതേ അനുഭവം തന്നെയാണ് വ്യക്തി ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ദൈവം നമ്മെ കാണുന്നു എന്നുള്ളതായ ഒരു ബോധ്യം നമുക്ക് ഉള്ളത് എപ്പോഴും ദൈവത്തോട് നമുക്ക് അടുത്തിരിക്കുവാൻ സഹായകരമായ ഒരു ചിന്തയാണ്. പാസ്റ്റർ ബിനോയ്, സങ്കീർത്തനങ്ങൾ 121 ശക്തി ഘടകങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ പറയുന്നു. ദൈവം സിയോനിലിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. 121 സങ്കീർത്തനത്തിൽ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, സ്വർഗത്തിലെ സിയോൻ, ഇവിടെ കുന്നുകൾക്കപ്പുറം മേലെ ദൈവത്തിലേക്ക് നോക്കണം, അവിടെ നിന്നാണ് എൻ്റെ സഹായം വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, കാൽ വഴുതുവാൻ സമ്മതിക്കയില്ല, ജീവിതയാത്രയിൽ ഒരിക്കലും. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു. അങ്ങനെ നമ്മളെ വീഴാൻ ദൈവം അനുവദിക്കില്ല.
അതുകൊണ്ട് തന്നെ നിർഭയമായി നീ നിൻ്റെ വഴിയിൽ നടക്കും, കാല് ഇടറിപ്പോവുകയില്ല എന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയും ഉറങ്ങുകയുമില്ല. അതൊരു കോൺസ്റ്റൻ്റ് അലേർട്ടിനെ സൂചിപ്പിക്കുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് കർത്താവ് നമ്മുടെ ഓരോ കാര്യങ്ങളെയും. പിന്നെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലായിരിക്കുന്നു എന്ന് പറയുന്നത് മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഇസ്രായേലിനെ നയിച്ചതുപോലെ ദൈവം കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. നിൻ്റെ പരിപാലകൻ വലത്ത് ഭാഗത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഹാൻഡ്, അതായത് ഇടത്തെ കരത്തേക്കാൾ വലത്ത് കരത്തിന് കരുത്ത് കൂടുതലാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ദൈവം നമുക്ക് വലത്ത് ഭാഗത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പകൽ വാഴുവാൻ സൂര്യനെയും ചന്ദ്രനെയും ഒരു ദോഷവും കൂടാതെ നിന്നെ പരിപാലിക്കും, അവൻ എൻ്റെ പ്രാണനെ പരിപാലിക്കും. നമ്മുടെ ഏറ്റവും വലിയ ഭീതി അതാണ്, ജീവഭയം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ജീവഭയം. രോഗമായാലും അപകടങ്ങളായാലും എന്തായിരുന്നാലും ഇവിടെ ബൈബിൾ പറയുന്നത് എൻ്റെ പ്രാണനെ പരിപാലിക്കുമെന്നാണ്. എൻ്റെ ഗമനത്തെയും ആഗമനത്തിനെയും വരവിനെയും പോക്കിനെയും, നമ്മൾ പോകുന്നതും പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും ദൈവം സംരക്ഷിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ദൂരേക്കൊക്കെ യാത്ര പോകുമ്പം കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കുന്നത് അല്ലെങ്കിൽ കുടുംബം നമ്മളെ നോക്കുന്നത് പോലെ ആ വരവും പോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രഹെൻസീവായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് എത്രമാത്രം മുഴുവൻ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് സേഫ്റ്റിനെസ്, ഒരു സുരക്ഷിതത്വമാണ് ദൈവം 121 സങ്കീർത്തനത്തിലൂടെ ഓരോ മനുഷ്യർക്ക് നൽകുന്നത്. സർ, അതുപോലെ സങ്കീർത്തനം എന്ന് പറയുന്നതായ ഈ ശേഖരം തന്നെ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ കഥയാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഒരു ഉപഭോക്തൃ വിവരണമാണ് ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനങ്ങളിൽ പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ കഷ്ടകാലത്ത് എപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് തൻ്റെ ദൈവത്തിലുള്ളതായ ആശ്രയം ഇവിടെ വിവരിച്ച് പറയുന്നത്? പൊതുവെ സങ്കീർത്തനങ്ങൾ നമ്മൾ നേരത്തെ ആമുഖമായി പറഞ്ഞതുപോലെ ചില വിലാപ സങ്കീർത്തനങ്ങളുണ്ട്, അല്ലേ, ചില പ്രാർത്ഥനകളുണ്ട്, സ്തുതിഗീതങ്ങളുണ്ട്, ആരാധനയുടെ പാട്ടുകളുണ്ട്. ഇതെല്ലാം അതിൽ ഉദ്ദേശിക്കുന്നെങ്കിലും കൂടുതൽ സങ്കീർത്തനങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളിൽ അവരുടെ നിലവിളിയായിട്ടാണ് കൂടുതൽ സങ്കീർത്തനങ്ങളും രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സങ്കീർത്തനം ആരോഹണഗീതമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കഷ്ടങ്ങളിൽ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ സങ്കേതത്തിലേക്ക് അവൻ്റെ കണ്ണിനെ അവൻ ഉയർത്തുകയാണ്. ഞാനെൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സഹായം എൻ്റെ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ സകലവും ചമച്ച എൻ്റെ ദൈവം എനിക്ക് നൽകുമെന്നുള്ള ഒരു ദൃഢമായ ഒരു വിശ്വാസം ഈ സങ്കീർത്തനക്കാരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ദൈവമാണ് എൻ്റെ സൃഷ്ടാവ്, ദൈവമാണ് സകലത്തെയും ചമച്ചത്. അതുകൊണ്ട് ആ സഹായം ആ പർവ്വതമാകുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നും എൻ്റെ ജീവിതത്തെ മുഴുവനായി അങ്ങ് പരിപാലിക്കുമെന്നും, കാരണം എൻ്റെ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, എല്ലായ്പ്പോഴും അങ്ങയുടെ കണ്ണ് എൻ്റെ മേലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് വേറെ മനുഷ്യരിൽ എനിക്ക് ആശ്രയിക്കാൻ കഴിയില്ല, എൻ്റെ സൃഷ്ടാവായ എൻ്റെ ദൈവത്തിലാണ് ഞാൻ ശരണപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കഷ്ടകാലത്ത് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നു. സർ, ജോയ് സാർ പറഞ്ഞതുപോലെ നമുക്ക് മറ്റാരും ഇല്ലാത്ത സമയത്താണ് നാം ദൈവത്തോട് കൂടുതൽ ആശ്രയിക്കുന്നത്. പലപ്പോഴും അല്ല, ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണുവാനോ ദൈവത്തെ നമുക്ക് തൊട്ടറിയാനോ കഴിയുകയില്ല. പക്ഷെ ദൈവമുണ്ട്, ദൈവം നമ്മെ പരിപാലിക്കുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എത്രമാത്രം വലിയ ഒരു കാര്യമാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഭയങ്കരമായ പ്രവൃത്തി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു പ്രകടമായ കാര്യം അതാണ്. ദൈവം എനിക്കൊപ്പമുണ്ട്. ഒരു പക്ഷേ നമുക്ക് നേരിട്ട് കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് അറിയുന്നത് അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ കൂടി തന്നെയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ണ് സ്വയം അടയുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അനൈച്ഛികമായ പ്രവൃത്തി, നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രവൃത്തി. അപ്പോൾ നമുക്കൊരു അപകടം നേരിടുമ്പോൾ നമ്മളറിയാതെ നമുക്ക് വരുന്ന ഒരു സംരക്ഷണത്തെക്കുറിച്ചാണ്. ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അതൊരു കംഫർട്ട്, ഒരു ആശ്രയത്വം, ഒരു മദർ കെയർ, ഒരു അമ്മയുടെ പരിപാലനം പോലെ അനുഗ്രഹപ്രദമാണ്, അല്ലെങ്കിൽ കരുതലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കഷ്ടതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായ എല്ലാ സംഭവ്യങ്ങളും അത് ദൈവത്താൽ
അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ദൈവം അറിയുന്നു, നന്മയ്ക്കായിക്കോട്ടെ തിന്മയ്ക്കായിക്കോട്ടെ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് ധൈര്യത്തോടുകൂടെ ജീവിതം നേരിടുവാനുള്ളതായ ഒരു ആർജവം ഉണ്ടാകും. വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം കഴിയും. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഭയന്ന് പിന്നോട്ട് പോകേണ്ടതായ ഒരവസ്ഥ ഉണ്ടാകുകയില്ല. കാരണം എൻ്റെ മുൻപിൽ നിൽക്കുന്നത്, എനിക്ക് സഹായം നൽകുന്നത്, എന്നെ കാണുന്നത്, എന്നെ കരുതുന്നത് എൻ്റെ ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായി. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജോയ് സാറെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ 4-ാമത്തെ പാഠത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ദൈവം ഇസ്രായേൽ മക്കളെ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതായ ഒരു വിവരണം. അതിലൂടെ പൗലോസ് നമ്മോട് പറയുന്നത് ആ ദൈവത്തിൽ നാം ആശ്രയിക്കണം, ദൈവം നമ്മെയും ഇസ്രായേൽ മക്കളെ നടത്തിയതുപോലെ നടത്തുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കും. പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലെ 1 കൊരിന്ത്യരിൽ ഈ ലേഖനത്തെ പ്രതിപാദിക്കുമ്പോൾ അത് മുഴുവനായി കടമെടുത്തിരിക്കുന്നത് നമ്മുടെ പുറപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. ഇതേ കാര്യം തന്നെ സങ്കീർത്തനക്കാരനും പ്രതിപാദിക്കുന്നുണ്ട്. സങ്കീർത്തനം ഇവിടെ 114-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ സമുദ്രം അവരെ കണ്ട് ഓടി, യോർദാൻ അവരെ കണ്ട് പിൻവാങ്ങിപ്പോയി. ഇനി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും ഇനി കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പഴയ മിസ്രൈമിലെ അവരുടെ ആ ജീവിതം, മിസ്രൈമിൽ നിന്ന് അവർ കനാനിലേക്കുള്ള നടത്തിപ്പിൻ്റെ അനുഭവത്തെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രതിപാദിക്കുക. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദവാക്യങ്ങളിൽ ഇത് തന്നെയാണ് പറയുന്നത്. പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ പണ്ട് മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ നടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റു. വീണ്ടും പറയുന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം ഭക്ഷിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ആ പാനീയവും ആഹാരവും എല്ലാം ക്രിസ്തുവിനെയാണ് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ മന്ന, അവർ കഴിച്ച സ്വർഗീയ മന്ന, അത് കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതും അവർ കുടിച്ച പാനീയം കർത്താവ് രക്തബലിയായി കാൽവരിയിൽ ഒഴുക്കുന്ന രക്തത്തെയുമാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഴയ പുറപ്പാടിൻ്റെ അനുഭവത്തെ പൗലോസ് ഇവിടെ വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. പാസ്റ്റർ ബിനോയ്, ജോയ് സാർ പറഞ്ഞതായ ഒരുപാട് കാര്യങ്ങൾ പൗലോസ് പഴയ നിയമത്തിൽ നിന്ന് താരതമ്യം ചെയ്യുകയാണ്. ഇവയെല്ലാം തന്നെ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രതിപാദ്യ വിഷയവുമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതുപോലെ, അവരുടെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുപോലെ ഈ പാപലോകത്തിൽ നിന്നുള്ളതായ വിടുതലിനെക്കുറിച്ചും സങ്കീർത്തനത്തിൽ വിവരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് സങ്കീർത്തനങ്ങളിൽ താരതമ്യം ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വിടുതലാണ്, ദൈവമാണ് അവരെ വിടുവിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഓരോ ചരിത്രത്തിലും ഓരോ സംഭവത്തിലും ദൈവത്തിൻ്റെ വിടുതലാണ്. കടൽ രണ്ടായി പിരിഞ്ഞിട്ട് അവരെ കൊണ്ടുപോയത്, അവിടെ ദൈവത്തിൻ്റെ ഇടപഴകലാണ് നമ്മൾ കാണുന്നത്. യോർദാൻ നദി അവർ നിയമപ്പെട്ടകം ചുവന്നുകൊണ്ട് പോകുമ്പോൾ അതും രണ്ടായി പിരിഞ്ഞു നിന്നുമാകുന്നു. കുന്നുകൾ, പർവ്വതങ്ങൾ കയറിയത്, പിന്നെ തേനീച്ച പോലെ ശത്രുക്കൾ പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. തേനീച്ച പോലെ ഭയങ്കര രസകരമായൊരു സംഭവമാണ് ചിത്രീകരണം. അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാം. യോശുവ പർവ്വതങ്ങളപ്പുറത്ത് ദൈവത്തെ നോക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയും അത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കടലിനെ ശാന്തമാക്കുന്നത് നമുക്ക് കാണാം. യേശു ഓരോ പ്രശ്നങ്ങളും ഇടപെടുന്നത് നമുക്ക് കാണാം. ഇതേപോലെയാണ് ദൈവത്തിൻ്റെ വിടുതൽ. അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതും ഈ ദൈവത്തിൻ്റെ അത്ഭുതമാണ്, ഈ ദൈവത്തിൻ്റെ മിറക്കിളാണ്. മോശ എന്ന വ്യക്തിയിലൂടെ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണോ ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ നിന്ന് കൊണ്ടുവന്നതുപോലെ യേശു ഇവിടെ ഈ അടിമത്തത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാം. ഇസ്രായേലിന് ചെങ്കടലും യോർദാനും പർവ്വതങ്ങളും ഉണ്ടായിരുന്നത് പോലെ അതിലുപരിയായി ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടെയുള്ള ദൈവത്തിൻ്റെ ഇടപഴകൽ. അതായത് മോശയുടെ സ്ഥാനത്ത് യേശുക്രിസ്തു വരുന്നു. യേശുക്രിസ്തു രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, നായകനായി, വിശ്വാസത്തിൻ്റെ പൂർത്തി വരുത്തുന്നവനായിട്ട് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നു. അവൻ കരങ്ങളിൽ വഹിച്ചു കൊണ്ടുപോകുന്നു. അവൻ നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്നു.
ജോയ് സർ, ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യർക്ക് ഒരു അഭയ കേന്ദ്രമായിട്ട് സങ്കീർത്തനങ്ങളിൽ പലയിടത്തും വിവരിക്കുന്നുണ്ട്. അഭയ കേന്ദ്രം, അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ കേന്ദ്രം, ഒളി സങ്കേതം. ഈ ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. അപ്പോൾ മനുഷ്യനെന്ന് പറയുമ്പം ബലഹീനനാണ്. എപ്പോഴും മനുഷ്യനൊരു അഭയം ആഗ്രഹിക്കുന്നു, ഒരു സംരക്ഷണം ആഗ്രഹിക്കുന്നു. കാരണം മനുഷ്യർക്ക് പരസ്പരം കൊടുക്കുവാൻ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ ദൈവം നൽകുന്ന സങ്കേതം അത് നിലനിൽക്കുന്നതാണ്, സ്ഥായിയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 139 സങ്കീർത്തനം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ദൈവം എന്നെ ശോധന ചെയ്ത് മുഴുവനായി അറിഞ്ഞിരിക്കുന്നു. 121 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ പർവ്വതമാകുന്ന അങ്ങയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു, കാരണം എൻ്റെ ഗമനവും ആഗമനവും എല്ലാം അങ്ങ് അറിയുന്നു. അപ്പോൾ അഭയ കേന്ദ്രം കർത്താവ് തന്നെയാണ്. ഇവിടെ ഒരു വചനമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോടും ജനത്തോടും പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, അല്ലേ? അപ്പോൾ നമ്മുടെ അഭയം കർത്താവ് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ അഭയ കേന്ദ്രമാകുന്ന ആ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി അതിൽ നിന്ന് പരിഹാരം കണ്ടെത്തണമെന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് ഉപദേശം നൽകുന്നു. നമ്മുടെ വിഭിന്നങ്ങളായ അനുഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഒരു മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ അത് വളരെ ചുരുങ്ങിയതാണ്, ഒരു ഹ്രസ്വമായ കാലയളവാണെന്ന് പറയുന്നതും അത് ഒരു പ്രശ്നസങ്കീർണമായ ഒരു വലിയ കാലയളവാണ് വാസ്തവത്തിൽ. എന്നാൽ ഈ കാലയളവിൽ നമുക്കെങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും അനിയന്ത്രിതമായ ഒരു വിശ്വാസം നമുക്ക് ദൈവത്തിൽ വളർത്തിയെടുക്കുവാനും കഴിയും? തീർച്ചയായിട്ടും സങ്കീർത്തനക്കാരൻ ചെയ്തത് നമ്മൾ പരിശീലിക്കണം. നമുക്ക് സങ്കീർത്തനങ്ങൾ മുഴുവനും ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ദൈവത്തിനെക്കുറിച്ച് അവൻ്റെ സ്തുതികളിൽ നിന്നുണ്ടാകുന്ന ആരാധനയാണ്. ഇത്ര മനോഹരമായി ദൈവത്തെ മനസ്സിൽ കൊണ്ടു നടക്കുക. ആ കൊണ്ടു നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സുരക്ഷിതത്തിൻ്റെ മാർഗങ്ങളാണ് സങ്കീർത്തനങ്ങളിലെ ഓരോ വാചകവും ഓരോ വാക്കും. ഇന്ന് നമുക്ക് അനിയന്ത്രിതമായി ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് അരമണിക്കൂറെങ്കിലും നമ്മൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കും. അതാണ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കണക്ഷൻ. ഒരു ശക്തി ദുർഗവുമായി നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഊർജം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച നമ്മുടെ പ്രേക്ഷകർക്കും ബൈബിൾ പഠിക്കുന്നതായ എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആയതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങൾ ഇരുവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, കർത്താവ് കേൾക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അഭയയാചനകൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ പകരുമെങ്കിൽ തീർച്ചയായും ഏറ്റവും അടുത്ത സഹായിയായി ദൈവം നമ്മോട് എല്ലായ്പ്പോഴും അടുത്തിരിക്കും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ വാസ്തവമായി കരുതും. അതിന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും.